മകയിരത്തിലിളക്കം, സാമർഥ്യവും ഭോഗവും ഉത്സാഹവും. ഹരി ഓം. ഞാൻ സന്തോഷ് സരോവരം. മകയിരം നക്ഷത്രം ഇടവത്തിലും മിഥുനത്തിലുമായിട്ട് നിൽക്കുന്ന ഒരു നക്ഷത്രമാണിത്. ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങൾ ഇടവത്തിലും 3, 4 പാദങ്ങൾ മിഥുനത്തിലുമായിട്ടാണ് ഉള്ളത്. ചൊവ്വയുടെ ദശാകാലത്താണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. ചന്ദ്രനാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവൻ. ദേവഗണത്തിൽ സ്ത്രീ യോനിയോടുകൂടി ജനനം. പാമ്പ് ഈ നക്ഷത്രത്തിൻ്റെ മൃഗവും കരിങ്ങാലി വൃക്ഷവുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവത്തെക്കുറിച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ സാവകാശം തീരുമാനങ്ങൾ എടുക്കുകയും അത് പ്രവൃത്തിയിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാത്തിനെയും ഒരു സംശയത്തോടുകൂടി മാത്രം നോക്കിക്കാണുന്ന ഒരു സ്വഭാവമാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ച് ചിന്തിച്ചുറപ്പിച്ചു മാത്രമേ ഇവരൊരു തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ആ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ സാവകാശം മാത്രമേ ഇവർ നടപ്പിൽ വരുത്തുകയുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞാലും ഇവർക്ക് ഈ എടുത്ത തീരുമാനത്തെക്കുറിച്ച് വല്ലാത്തൊരു ഉത്കണ്ഠയായിരിക്കും. ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചിന്ത ഇവരെ വല്ലാതെ അലട്ടുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത്. ഇവരെ പൊതുവെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെടാൻ ഇവർക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഒഴിഞ്ഞു മാറുന്നതാണ് ഇവരുടെ ഒരു പതിവ്. എന്നാൽ മറ്റുള്ളവരുടെ പ്രേരണ മൂലം ഇവർ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നുമുണ്ട്. ഈ അബദ്ധങ്ങൾ മൂലം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകാറുണ്ട്. ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാമ്പത്യ പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി ഇവർക്ക് പലപ്പോഴും ഇവരെ മാനസികമായിട്ട് അലട്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ 21 വയസ്സിന് ശേഷമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു ഉയർച്ച, സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്കൊക്കെ സാധ്യത കൂടുതൽ 21 വയസ്സിന് ശേഷമാണ്. ഒരു 35 വയസ്സിന് ശേഷം ഇവർക്ക് നല്ല ഒരു ജീവിത വിജയം, അനുഭവം, സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം കൊണ്ടും ഇവർക്ക് ഏറ്റവും നല്ലൊരു ഗുണാനുഭവം, നല്ലൊരു സന്തോഷം എല്ലാം ലഭിക്കുന്നത് 35 വയസ്സിന് ശേഷം വളരെ കൂടുതലായിട്ട് ഇവർക്ക് ലഭിക്കും. ബാല്യാവസ്ഥയിൽ വളരെയധികം രോഗദുരിതങ്ങൾ ഇവർ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും. ഇവരുടെ ഈ ഇടവം രാശിയിലുള്ള 1, 2 പാദങ്ങൾക്ക് മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ്. മിഥുനത്തിലുള്ള 3, 4 പാദങ്ങൾക്ക് ഉത്രാടത്തിൻ്റെ 2, 3, 4 ഈ പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങളും പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളായിരിക്കും. പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളും മകയിരം നക്ഷത്രത്തിന് പൊതുവേ തന്നെ പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഈ നക്ഷത്ര ജാതകരുമായിട്ട് വിവാഹബന്ധം പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. മകയിരം, ചിത്തിര, അവിട്ടം ഈ നക്ഷത്രങ്ങൾ പരസ്പരം വേദ നക്ഷത്രങ്ങളുമാണ്. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങളുമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ, ദാമ്പത്യം, വിവാഹം അല്ലെങ്കിൽ കൂട്ടുകച്ചവടം, ധനപരമായിട്ടുള്ള ഇടപാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ആലോചിച്ച് ക്ഷമയോടുകൂടി ശ്രദ്ധിച്ചു മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ഈ നക്ഷത്രങ്ങളുമായിട്ടുള്ള ഈ പങ്കാളിത്തം, ഈ കൂട്ടുകച്ചവടമൊക്കെ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ എല്ലാം വരുത്തി വെക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇടവം നക്ഷത്രക്കാരെ ഇടവം രാശിയിലുള്ള ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികമാണ് ഇവരുടെ കളത്രസ്ഥാനം, കുംഭമാണ് ഇവരുടെ കർമ്മസ്ഥാനം. അപ്പം വൃശ്ചികത്തിൻ്റെയും കുംഭത്തിൻ്റെയൊക്കെ അധിപനായിട്ടുള്ള ചൊവ്വയും ശനിയുമൊക്കെ ജാതകത്തിൽ എത്രത്തോളം ശുഭത്വത്തോടു കൂടിയാണ് നിൽക്കുന്നത്, എത്രത്തോളം ബലത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവരുടെ ജീവിതത്തിൻ്റെ വിജയം എന്നുള്ളത്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുരാശിയും
മീനം രാശിയുമാണ് ഇവരുടെ കളത്രസ്ഥാനവും കർമ്മസ്ഥാനവുമായിട്ട് വരുന്നത്. വ്യാഴനാണ് ഈ രാശികളുടെ 2 രാശിയുടെയും അധിപനായിട്ടും വരുന്നത്. അപ്പോൾ ഈ മേൽ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞതുപോലെ, ഈ വ്യാഴൻ ജാതകത്തിൽ എത്രത്തോളം ശുഭമായിട്ടാണ് നിൽക്കുന്നത്, ഏത് രാശിയിലാണ് നിൽക്കുന്നത്, ഈ വ്യാഴൻ ഏത് ദേവനെയാണ് പ്രതിദാനം ചെയ്യുന്നത് എന്ന് നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം. വ്യാഴൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും ദശാകാലം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അത്ര ശുഭകരമായിട്ടുള്ളതല്ല. അപ്പോൾ ജാതകത്തിൽ ഈ നക്ഷത്രത്തിൻ്റെ, ഈ ഗ്രഹത്തിൻ്റെയൊക്കെ ഒരു ബലം അല്ലെങ്കിൽ ബലഹീനതയൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള മൂർത്തിയുടെയൊക്കെ ഒരു അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന രീതിയിലുള്ള പൂജാതി കാര്യങ്ങളിലും കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണാനുഭവങ്ങൾ ഉള്ള ഒരു കാര്യമാണ്. കരിങ്ങാലിയാണ് വൃക്ഷമെന്ന് ഞാൻ പറഞ്ഞു. ഈ വൃക്ഷം നട്ടു വളർത്തി പരിപാലിക്കുന്നതൊക്കെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രേയസ്സുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജാതകത്തിലെ ഈ ഗ്രഹങ്ങളുടെ ബലവും അതിൻ്റെ ശുഭത്വവും അല്ലെങ്കിൽ അതിൻ്റെ ബലഹീനതയെല്ലാം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിനോടൊപ്പം ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടിംഗ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. കൂടുതൽ നക്ഷത്ര വിശേഷങ്ങളുമായി വീണ്ടും എത്തിച്ചേരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.